പൈസാസിന്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കും. വേറൊരിടത്തും അല്ലാട്ടോ, വണ്ണപ്പുറത്ത് വരെയുള്ളൂ. അപ്പോൾ എന്നു വെച്ചാൽ നാളെ കണ്ണന് സ്കൂളിൽ മറ്റേ ID കാർഡിന് ഫോട്ടോ എടുക്കാനുണ്ട്. അപ്പോൾ അവൻ്റെ മുടിയൊക്കെ ഒത്തിരി വളർന്ന് നിൽക്കുക. അപ്പം വെട്ടിയിട്ട് സ്കൂളൊക്കെ അടച്ച സമയത്ത് വെട്ടിയതാട്ടോ. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് നീണ്ടു. അപ്പം ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ കണ്ണനെയും കൊണ്ട് വണ്ണപ്പുറത്ത് പോയി മുടി വെട്ടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാനും കണ്ണനും കാണാൻ പാടില്ല. കണ്ണനും കിങ്ങണിമോളും പോകുന്നുള്ളൂ കേട്ടോ. കുഞ്ഞുവിനെ കൊണ്ടുപോകണില്ല. കുഞ്ഞുവിനെ എല്ലാവരും ഇപ്പം തന്നെ മുടി വെട്ടിച്ചിട്ട് ഇപ്പം തന്നെ ഞങ്ങൾ ഓടി വരും. അപ്പോൾ ബസ്സിന് കയറിയാണ് പോണേ. അപ്പോൾ കുഞ്ഞുവിനെ കൊണ്ടുപോയാൽ ഭയങ്കര പാടായിരിക്കും. 3 പേരെയും കൊണ്ട് ബസ്സിൽ കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ പ്രൈവറ്റ് ബസ്, ഇതിലൂടെ വരുന്ന പ്രൈവറ്റ് ബസ്സിലെ ആൾക്കാരൊക്കെ നമ്മൾ പിള്ളേരെയും കൊണ്ട് കയറി ഇരുന്ന് എല്ലാം സെറ്റായിട്ടോ വണ്ടി കൊണ്ടുപോകുള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വളവും ഇറക്കമൊക്കെ ആയതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ KSRTCയും വലിയ കുഴപ്പമില്ല. എന്നാലും പ്രൈവറ്റ് ബസ്സുകാർ നല്ല ഇതായിട്ട് നോക്കും. പിള്ളേരെയും കൊണ്ട് കയറി ഇരുന്നിട്ടൊക്കെ ബസ് എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ കിങ്ങിണിമോളെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. കുഞ്ഞുവിൻ്റെ കൂടെ ഇരുന്നേനെ. ഞാൻ പോകുന്നത് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവൾ പോകാൻ നേരത്ത് ഭയങ്കര ബഹളം ഉണ്ടാക്കും പോകാനും. പിന്നെ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞ് ഇവിടെ കിടന്ന് വഴക്കൊക്കെ ആണെങ്കിൽ പാഴാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പിന്നെ അവളെയും കൊണ്ടുപോകുക കേട്ടോ. ഒത്തിരി താമസിക്കൊന്നുമില്ല. കണ്ണൻ്റെ മുടി വെട്ടിച്ചിട്ട് ഓടി വരും. കിങ്ങിണിമോൾ ഇങ്ങനെ നോക്കിയേ. ഇതേ കിങ്ങിണിമോൾ ചുന്തിരിയായിട്ട്. കിങ്ങിണിമോൾ ചേച്ചി എടുത്ത് നിന്നോളാമോ? കുഞ്ഞച്ചി എടുത്ത് തിന്നോ കൊച്ചെ. അമ്മ ചേട്ടായുടെ മുടി വെട്ടിച്ചോണ്ട് വരാവേ. കണ്ണൻ ഇങ്ങോട്ട് നോക്കിയണ്ണ. അയ്യോ മുട്ട് പറിക്കില്ല. അമ്മമ്മ തന്നെ ഓടിക്കും. മുട്ട് പറിക്കില്ല. ഇങ്ങ് നോക്കിക്കേ. എന്റെ കണ്ണൻ്റെ മുടി എപ്പോഴും വളർന്നു. അപ്പം നമ്മൾ മുടിയൊക്കെ വെട്ടിച്ച് തിരിച്ചു വന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ മേളിൽ വന്ന് ഇറങ്ങിയത് ഈ മേളിലോട്ട് കാണുന്ന ബോർഡ് കണ്ടത് കാറ്റാടിക്കടവ് എന്ന് പറയുന്ന സ്ഥലമായിട്ടോ നമ്മുടെ ഇവിടെ ഉള്ളത്. അതിലൂടെ കുറേ മേലോട്ട് കയറി പോയി കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ. ഒത്തിരി ഭയങ്കര ഒരുപാട് ഹൈറ്റിലായതുകൊണ്ട് താഴെ എറണാകുളം ആ ഭാഗങ്ങളൊക്കെ അവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പം മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് ഇതേ പോകണം. അങ്ങോട്ട് നോക്കിയാണ. ഇങ്ങോട്ട് നീങ്ങി കിടക്ക്. ഞങ്ങൾ പോയപ്പത്ത് വന്നപ്പോഴത്തേക്ക് ഒരാൾ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മിഠായിയൊക്കെ വാങ്ങിച്ചു. കിങ്ങിണിമോൾ അത് മുഴുവനും കുഞ്ഞുവിനുള്ളതും കൂടെ വണ്ടിയിലിരുന്ന് മുഴുവൻ തിന്നിട്ട് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. സാധനത്തിന് മുടി വെട്ടിക്കാനായിട്ട് പോയിരുന്നിട്ട് ഭയങ്കര കാർച്ച. കണ്ണൻ്റെ മുടി വെട്ടി കാണിച്ചാടാ. തിരിഞ്ഞാടാ, ഇങ്ങോട്ട് തിരിയും. നേരെ ഇരിക്കേ. ഇങ്ങനെ ഇരുന്നാലും എങ്ങനെയാണ് കാണണേ? ഇങ്ങോട്ട് നോക്കും. ഒരു ബായിയാണ് വെട്ടിയത്. ബായി. ഇപ്പം എല്ലായിടത്തും ബായിമാരല്ലേ. എൻ്റെ ഒരു സൈസ് മുട്ടായി. അപ്പം നമ്മൾ വണ്ണപ്പുറത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. കണ്ണൻ്റെ മുടി വെട്ടി. കിങ്ങിണിമോക്കടെ മുടി വെട്ടിയാൽ സമ്മതിച്ചില്ല. അവൾ ഭയങ്കര കാർച്ചയായിരുന്നു. മുടി വെട്ടാനായിട്ട് കയറ്റി ഇരുത്തിയായിരുന്നു. എല്ലാ പ്രാവശ്യവും കൊണ്ട് കയറ്റി ഇരുത്തും. എന്നിട്ട് അവൾ കരഞ്ഞോണ്ടായിരിക്കും കൂട്ടാ. ഇന്നും മിഠായിയൊക്കെ മേടിച്ചു കൊടുത്ത് ഐസ്ക്രീം മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞ് കയറ്റി ഇരുത്തി. പക്ഷെ അവൾ കയറി ഇത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് കരഞ്ഞോണ്ടിറങ്ങി പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ. കിങ്ങിണിമോൾ കിടന്ന് ഉറങ്ങും കേട്ടോ. വന്ന വഴിക്ക് വണ്ടി വെച്ച് തന്നെ ഉറങ്ങിപ്പോയായിരുന്നു. ടാറ്റാ.